പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം നിലച്ചതോടെ തലശ്ശേരിയിലെയും ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ. 1-2 ദിവസത്തേക്കുള്ള സിലിണ്ടർ മാത്രമാണ് പല ഹോട്ടലുകളിലും അവശേഷിക്കുന്നത്. കാറ്ററിംഗ് മേഖലയിലെ പാചക തൊഴിലാളികളും ദുരിതത്തിലാണ്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം നിലച്ചതോടെ തലശ്ശേരിയിൽ നിരവധി ഹോട്ടലുകൾ അടച്ചു. പല ഹോട്ടലുകളിലും ഭക്ഷണ വൈവിധ്യങ്ങൾ കുറച്ചു. പല ഹോട്ടലുകളിൽ നിന്നും മാംസാഹാരം അപ്രത്യക്ഷമായി. തലശ്ശേരി മേഖലയിൽ 200-ലധികം ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 3000-ലധികം പേർ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വലിയ ഹോട്ടലുകളിൽ ഒരു ദിവസം 5 സിലിണ്ടർ വരെ ആവശ്യമുണ്ട്. ഇടത്തരം ഭക്ഷണശാലകളിൽ ദിവസവും 3 സിലിണ്ടർ വേണം. റിലയൻസ്, സൂപ്പർ ഗ്യാസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ ഗ്യാസ് കണക്ഷൻ എടുത്ത ഹോട്ടൽ റെസ്റ്റോറന്റുകാർ വലിയ പ്രയാസമില്ലാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമാവുകയാണെങ്കിൽ ഹോട്ടൽ മേഖല ഏറെ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ പറഞ്ഞു. പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 20-25% ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞ്. അതോടൊപ്പം തന്നെ ഇപ്പോഴേ ചെറിയ ചെറിയ ഹോട്ടലുകൾ പുറത്തു വെച്ചിട്ട് പറഞ്ഞാൽ വിറകിലേക്ക് കൂടി പോയിട്ടുണ്ട്. അതും അത്ര ശാശ്വതമല്ല. സ്റ്റാർഗേഡ് പോലെ ഹോട്ടലുകൾ ഒരു തരത്തിലും വിറവ് കയറ്റൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പല വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് ആ വിഭവങ്ങൾ ഗ്യാസിൽ കൂടി മാത്രമാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് കിട്ടാക്കനി ആയിക്കഴിഞ്ഞാൽ ഹോട്ടലുകൾ പ്രവർത്തിക്കാതെ മാത്രമല്ല, അതോടൊപ്പം തന്നെ പട്ടണത്തിൽ വരുന്ന ആൾക്ക് ഒരു കുടിവെള്ളമോ ഭക്ഷണമോ കിട്ടാതെ സ്ഥിതി വരും. പാചകവാതക ക്ഷാമത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് റെസ്റ്റോറന്റ് ഉടമ സുഗതൻ ആവശ്യപ്പെട്ടു. നാളെ മുതൽ നമുക്ക് ഗ്യാസ് ഇല്ല. ഗ്യാസിന് നാളെ മുതൽ ഇനി വിറകിൻ്റെ അടുപ്പെല്ലാം കൂട്ടേണ്ടി വരും. ആ ബുദ്ധിമുട്ടില്ല. 8-9 പണിക്കാർ നമ്മളെല്ലാം കൂടി ഇതിനെ കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു തരണം. അല്ലെങ്കിൽ നമ്മളെ കാര്യം നോക്കാമെന്ന് പെരുന്നാൾ വരുന്നുണ്ട്. എല്ലാ പണിക്കാരും മുസ്ലിം അതെല്ലാം ആൾക്കാരെല്ലാം ഉണ്ട്. അവർക്കെല്ലാം കൊടുക്കണ്ടെങ്കിൽ ഈ ഹോട്ടൽ പ്രവർത്തിച്ചാലേ നടക്കും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.